തൃശ്ശൂർ നഗരഹൃദയത്തിലുള്ള ചെറിയ കുന്നായ തേക്കിൻകാട് മൈതാനത്തിൻ്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവൻ അഥവാ വടക്കുംനാഥൻ, പാർവതി, ശ്രീരാമൻ, മഹാവിഷ്ണു, ശങ്കരനാരായണൻ, മഹാഗണപതി എന്നിവരാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ തൃശ്ശൂരുമായി വളരെയധികം ചരിത്രപ്രധാനമായ ബന്ധമാണുള്ളത്. ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുംനാഥ ക്ഷേത്രം 20 ഏക്കർ വിസ്താരമേറിയതാണ്. 4 ദിക്കുകളിലായി 4 മഹാഗോപുരങ്ങൾ ഇവിടെ പണിതീർത്തിട്ടുണ്ട്. വടക്കുംനാഥൻ്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത്. അതിനാൽ തൃശ്ശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെ അല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. പുരാതന കേരളത്തിലെ 108 ശിവാലയ സ്തോത്രത്തിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന വടക്കുംനാഥ ക്ഷേത്രത്തെ ശ്രീമദ് ദക്ഷിണ കൈലാസം എന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ, നരസിംഹം, ഹനുമാൻ സങ്കല്പമാണ്. വേട്ടക്കാരൻ, നന്ദികേശൻ, പരശുരാമൻ, സിംഹോദരൻ, ആദി ശങ്കരാചാര്യർ, ഋഷഭൻ, നാഗദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു. കൂടാതെ മതിൽക്കെട്ടിന് പുറത്ത് പ്രത്യേക ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിയും ഗണപതി ഭഗവാൻ പ്രതിഷ്ഠകളായിട്ടുണ്ട്. കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഒഴിച്ചു നിർത്തിയാൽ ക്ഷേത്രത്തിൽ ആണ്ടുവിശേഷ ദിവസങ്ങളില്ല. എന്നാൽ മേടമാസത്തിലെ പൂരം നാളിൽ നടത്തപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നടത്തപ്പെടുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചാണ്. ഇതുമൂലം തൃശ്ശൂർ പൂരം വടക്കുംനാഥൻ്റെ ഉത്സവമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴാണ് ഈ മഹാക്ഷേത്രം.